Chairman of Damshur, Mr. Mohammed Rafi. And I believe Asher is the ambassador of your company. I know Mr. Asher through Damshur. So only because of Asher, I know Damshur. And your chief CEO, Mr. Munveer, and dear friends, a very good afternoon to all of you. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടെ പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. ആദ്യമായിട്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഡാംഷൂറിൻ്റെ സാരഥികൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. I am representing Indian Small Scale Paint Association and I am the chairman of Indian Small Scale Paint Association Kerala region. 1956 തുടങ്ങിയ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സ്മോൾ സ്കെയിൽ പെയിൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന. ഈ സംഘടന നമ്മളുടെ കമ്പനികളൊക്കെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ചെറിയ രീതിയിൽ തുടങ്ങുന്ന പോലെ തന്നെ വളരെ ചെറുതായിട്ട് തുടങ്ങിയൊരു സംഘടനയാണ്. 4-5 പേര് മാത്രം മെമ്പേഴ്സായി തുടങ്ങിയ ആ സംഘടനയ്ക്ക് ഇന്ന് 2000-ഓളം മെമ്പേഴ്സ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അതിൽ കേരളത്തിൽ തന്നെ നമുക്ക് ഏകദേശം 100 മെമ്പേഴ്സ് ഇന്ത്യൻ സ്മോൾ സ്കെയിൽ പെയിൻറ്റ് അസോസിയേഷനുണ്ട്. പല വ്യവസായങ്ങളും പെയിൻറ്റ് റിലേറ്റഡ് പല വ്യവസായങ്ങളും ഇന്ത്യൻ സ്മോൾ സ്കെയിൽ പെയിൻറ്റ് അസോസിയേഷൻ്റെ സഹകരണത്തോടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ വമ്പന്മാരായവരുണ്ട്, ചെറുകിടക്കാരുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ അസോസിയേഷനിൽ മെമ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാംഷുർ ഇതിൻ്റെ ഒരു മെമ്പർ ആണ് എന്നുള്ളത് പറയാനായി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ഇന്ത്യൻ സ്മോൾ സ്കെയിൽ പെയിൻറ്റ് അസോസിയേഷനിൽ മെമ്പറായാൽ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്ന് ചോദിച്ചാൽ, അതായത് ഞങ്ങൾ പല രീതിയിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്ത പോലെയുള്ള പല പരിപാടികളും ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഞങ്ങൾ 2 വർഷം കൂടുമ്പോൾ ഒരു ബൈനിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് വലിയ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും. അടുത്ത ബൈനിയൽ കോൺഫറൻസ് ഡൽഹിയിലാണ് 26th and 27th December of 2024. അത് വലിയ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും. ഈ പ്രാവശ്യം ഹയാട്ടിൽ വെച്ചിട്ടാണ്, ഗുർഗാവിൽ വെച്ചിട്ടാണ് അടുത്ത കോൺഫറൻസ് നടക്കുന്നത്. അതുപോലെ റീസെൻ്റ്ലി ഞങ്ങൾ കേരളത്തിലൊരു റീജിയണൽ കോൺഫറൻസ് നടത്തി. അതിൽ ഡാംഷൂർ ഒരു പാർട്ടായിരുന്നു, ഡെലിഗേറ്റ്സ് ആയിരുന്നു. അവിടെയും പല ടെക്നീഷ്യൻസും പല സപ്ലയേഴ്സും ഒക്കെ അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ അസോസിയേഷൻ്റെ ഓരോ മീറ്റിങ്സും. ടെക്നോക്രാറ്റ്സ്, അതുപോലെ തന്നെ എൻ്റർപ്രണേഴ്സ്, അതുപോലെ നല്ല സ്പീക്കേഴ്സ് ഉണ്ടാവും, മോട്ടിവേഷണൽ സ്പീച്ച്, മാനേജ്മെൻറ്റ് ഗുരൂസ്, ഇങ്ങനെയുള്ള പല ആൾക്കാരും സമ്മേളിക്കുന്ന ഒരു മീറ്റിങ്സാണ് ഇന്ത്യൻ സ്മോൾ സ്കെയിൽ പെയിൻറ്റ് അസോസിയേഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തത് എന്നോട് അഷൂർ പറയുകയുണ്ടായി, സാറ് റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്പനിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം, എങ്ങനെയാണ് നിങ്ങളുടെ വളർച്ച. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് 2 പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. ആ പ്രോഡക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് മാർക്കറ്റിൽ നമ്മൾ പലരും കാണാൻ പോവുകയാണ്. അതിന് നല്ലൊരു ബിസിനസ് കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് വിഷ് യു വെരി ബെസ്റ്റ്. ഇനി ഞങ്ങളുടെ കമ്പനിയെ പറ്റി പറഞ്ഞ്, ഞാനിപ്പോൾ ഡാംഷൂറിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് വളരെ കുറച്ച് നേരമേ ആയുള്ളൂ. കുറച്ച് ലേറ്റായി വരാനായിട്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് വരികയാണ്. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഞാൻ വളരെ രാവിലെ തന്നെ വന്ന് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇതെന്ന് എനിക്ക് കുറ്റബോധത്തോടെ തോന്നുകയാണ്. വളരെ ലേറ്റായാലും കുറ്റബോധമുണ്ട്. ഞങ്ങളുടെ വളർച്ചയും, ഞാനിപ്പോൾ ഡാംഷൂറിൻ്റെ വളർച്ചയെ പറ്റി കേട്ട് 27 വർഷത്തിനുള്ളിൽ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു പ്രസ്ഥാനമാണ് ഡാംഷുർ.
എന്നെനിക്ക് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അവർ തുടങ്ങിയത് വളരെ കുറച്ച് പ്രോഡക്റ്റ്സായിട്ട് തുടങ്ങി. ഇന്ന് ഏകദേശം ഐ തിങ്ക് 40ഓളം പ്രോഡക്റ്റ്സ് ഉണ്ട് അല്ലേ? CEO എത്ര പ്രോഡക്റ്റ്സ് ഉണ്ട് നിങ്ങൾക്ക്? 45+ പ്രോഡക്റ്റ്സായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 12 പ്രോഡക്റ്റ്സ് ഇവിടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ വളർച്ചയെ എൻ്റെ വളർച്ചയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വളർച്ച വളരെയധികം മുന്നോട്ടാണ്. ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ വളർന്നിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ കുറച്ച് വാക്കുകൾ ഞങ്ങളുടെ വളർച്ചയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അസോസിയേറ്റഡ് റബ്ബർ കെമിക്കൽസ് കൊച്ചി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന ഒരു പ്രസ്ഥാനം 1990-ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെറും 15,000 റുപ്പീസായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ഗോൾഡ് ലോൺ. എൻ്റെ കല്യാണം കഴിയുന്നത് 1989-ലാണ്. അപ്പം ഞങ്ങൾ കൊച്ചിയിൽ സെറ്റിൽ ചെയ്യണമെന്ന് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഞാൻ അന്ന് ഒരു രാജസ്ഥാൻ ബേസ്ഡ് കമ്പനിയുടെ ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒരു മാർവാടി കമ്പനിയിൽ വർക്ക് ചെയ്ത് അവരുടെ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവുകയും അങ്ങനെ 1990-ൽ ഞാൻ ജോലി രാജിവെച്ച് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അസോസിയേറ്റഡ് റബ്ബർ കെമിക്കൽസ്. അന്ന് ഞാൻ ട്രേഡിങ്ങിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഗോദ്രേജ് അങ്ങനെ കുറച്ച് കമ്പനികളുടെ ഏജൻസി എടുത്ത് ഞങ്ങൾ പ്രോഡക്ട്സ് വിൽപ്പന തുടങ്ങി. 1995 we have started manufacturing of certain products. സോ അന്ന് ഞങ്ങൾ തുടങ്ങിയ പ്രോഡക്റ്റ് വേറെ ആരും ഉണ്ടാക്കാത്തൊരു പ്രോഡക്റ്റാണ്. ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് പെയിൻറ്റ് തന്നെയാണ്. ആക്ച്വലി ഇറ്റ്സ് എ റബ്ബർ ബേസ്ഡ് പെയിൻറ്റ്. ഈ റബ്ബർ ബേസ്ഡ് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ടയർ കമ്പനികളിൽ മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന, ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു പെയിൻ്റാണ്. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് 1995. അതാണ് എനിക്ക് പെയിൻറ്റ് ഇൻഡസ്ട്രി ആയിട്ട് ഇത്രയും ബന്ധം വരാനുള്ള ഒരു കാരണം. അതിനുശേഷം ഞങ്ങൾ 1999 we have started manufacturing of zinc oxide. സിങ്ക് ഓക്സൈഡ് ഞങ്ങൾ പ്യുവർ ഗ്രേഡ് സിങ്ക് ഓക്സൈഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ റബ്ബർ കെമിക്കൽ ഡിസ്പെർഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പല പല പ്രോഡക്ട്സ്. ഇപ്പം ഡാംസൂർ ആഡ് ചെയ്യുന്ന പോലെ അത്രയൊന്നും പ്രോഡക്റ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ പോലും മിക്ക വർഷങ്ങളിലും ഞങ്ങൾ ഓരോ പ്രോഡക്റ്റ് ആഡ് ചെയ്യാറുണ്ട്. ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം, എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വേണം. ഈ ഡാംഷുവറിൻ്റെ ഓരോ പ്രോഡക്റ്റിനും ഞാൻ പുതിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഞാൻ കാണാറുണ്ട്. അതുപോലെ അഷൂർ ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരും ടെക്നിക്കൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ലോഞ്ച് ചെയ്ത 2 പ്രോഡക്റ്റിൽ വാക്കർ മെട്രോർക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. We are representing that company and I am proud that you have launched 2 products with the support of Wacker. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ റബ്ബർ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. റബ്ബർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന റബ്ബർ പ്രോഡക്ട്സ് EPDM ബേസ്ഡ് ആണ്. Ashur will be knowing about all these polymers and all. EPDM ബേസ്ഡ് റബ്ബർ പ്രോഡക്ട്സ് തന്നെ എപ്പോഴും ലൈഫ് കൂടുതലാണ്. ഞങ്ങൾ ഈ ബീഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബീഡിങ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ബീഡിങ്സ് ഞങ്ങൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് 20 years ഗ്യാരണ്ടിയാണ്. സാധാരണ നമ്മൾ നാച്ചുറൽ റബ്ബർ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഇത്രയും വർഷങ്ങൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ ആരും ചെയ്യാത്ത കുറേ അധികം പ്രോഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ലാറ്റക്സ് വേസ്റ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് കെമിക്കൽ ഡിസ്പെർഷൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഓൾസോ സ്പെഷ്യാലിറ്റി ആൻഡ് വി ആർ എക്സ്പോർട്ടിംഗ് ടു മോർ ദാൻ 10 countries ഓൾ ഓവർ ദ വേൾഡ്. ആ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഇന്ത്യയിൽ പുറം കൺട്രികളിൽ ഈ അമോണിയ ഫ്രീ, നൈട്രോസോമിയം ഫ്രീ, ഇങ്ങനെ പല വെറൈറ്റി ഓഫ് ലാറ്റക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ
സാധാരണ നമ്മൾ അത്രയും ടേംസ്, അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഞാനൊരിക്കൽ വിയറ്റ്നാമിൽ പോയപ്പോൾ ഒരു 28,000 ഏക്കേഴ്സ് ഓഫ് ഒരു എസ്റ്റേറ്റിൽ ഞാൻ വിസിറ്റ് ചെയ്തു. അവിടെ ഞങ്ങളുടെ ഒരു ട്രയൽ എടുക്കാനായിട്ട് വിയറ്റ്നാമിൽ പോയതാണ്. അപ്പോൾ വിയറ്റ്നാമിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഞാൻ കേട്ടിരിക്കുന്നത് സബ്സിഡി പോരാ, അതുകൊണ്ട് റബ്ബർ പ്ലാന്റേഷൻസ് നഷ്ടത്തിലാണ്, അതുപോലെ തന്നെ കർഷകർ ബുദ്ധിമുട്ടിലാണ്, റബ്ബർ ഇൻഡസ്ട്രി ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് സബ്സിഡി പോരാ, ഗവൺമെൻറ് സപ്പോർട്ട് പോരാ, അങ്ങനെ പല പല റീസൺസ് നമ്മൾ പറയാറുണ്ട്, നിരത്തി വയ്ക്കാറുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതുവരെ പ്രോഫിറ്റ് മാർജിന് യാതൊരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇങ്ങനെ സാധിക്കുന്നത്? വി ഡു സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. വൈ വി ഇൻവൈറ്റഡ് യു? ബിക്കോസ് we want to make specialty products and we are producing nitrosamine free latex, ammonia free latex, അങ്ങനെ പല പ്രോഡക്ട്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ഡാംസ് ആർ ഓൾസോ മേക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ പ്രോഡക്ട്സ് ആർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന സമയം 20 minutes ആണ്. അതായത് ഡാം ഷുവറിനും അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയെ പറ്റി ഞാൻ 2 വാക്ക് പറയാം. അതായത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് construction chemicals all over India is more than 6.6%, and 9.6% growth is there for leak-proofing compounds, I understand. Am I correct? അതായത് all over India the growth rate is more than 9.6 for leak-proofing products. So നിങ്ങൾ കൈവച്ചിരിക്കുന്നത് നല്ലൊരു ഫീൽഡിലാണ്. തീർച്ചയായും ഇനിയും ഐ എം ഡാം ഷുവർ ദാറ്റ് ഡാം ഷുവർ വിൽ ഗോ ഗ്രേറ്റർ ഹൈറ്റ്സ് ആൻഡ് വി വിൽ ഹിയർ ദാറ്റ്. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കം വിത്ത് എ പബ്ലിക് ഇഷ്യൂ വെരി സൂൺ. ആൻഡ് nowadays even MSME listing is possible, and I am very sure that you will cross everything. And ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.